നമസ്കാരം. നിങ്ങൾ സ്കൂൾ തുറക്കാറായില്ലേ? വെക്കേഷൻ അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ കുട്ടിച്ചാത്തെന്ന് കേട്ടിട്ടുണ്ടോ? അയാൾ കുട്ടികളുടെയൊക്കെ വലിയ സുഹൃത്താത്രേ. നല്ല വികൃതി കണ്ടപ്പനാണെന്ന് പറയാം. പക്ഷേ വലിയ ആളുകളെ ചിലപ്പോൾ വട്ടം ചുറ്റിക്കും. അങ്ങനെ ഒരു വിദ്വാനാണ്. അയാൾക്ക് തള്ളവിരലില്ല എന്നാണ് പറയുക. അതുകൊണ്ട് പൂട്ടി വെച്ച സാധനങ്ങളൊന്നും തുറന്നെടുക്കാൻ പറ്റില്ല. പക്ഷേ ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ മണ്ണ് വാരിയിടും. അങ്ങനെയുള്ള ചില വികൃതിത്തരങ്ങളൊക്കെ. അതുപോലെ രാത്രി പിന്നെ വീടിൻ്റെ ഓട്ടുമ്പുറത്തേക്ക് കല്ലെടുത്തെറിയും. അങ്ങനെ ചില ആളുകളെ പേടിപ്പിക്കുന്ന ചില വികൃതികളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ആര്? നമ്മുടെ കുട്ടിച്ചാത്തൻ. ഞാനൊക്കെ ഞങ്ങളുടെ തറവാട്ടിലേക്ക് വെക്കേഷൻ കാലത്ത് പോവും കേട്ടോ. വേനൽക്കാലത്ത് പോവും. തറവാടെന്ന് പറഞ്ഞാൽ വലിയ തറവാടാണ്. ഞങ്ങളുടെ വലിയ വീടാണ്, 4 കെട്ടാണ്. അതിൻ്റെ അടുത്ത് കുളമുണ്ട്, കുളപ്പരയുണ്ട്. കുളപ്പര എന്ന് പറഞ്ഞാൽ കുളി കഴിഞ്ഞ് വേഷം മാറാനൊക്കെ ഉള്ളൊരു ചെറിയ മുറി. ആ മുറിയിൽ ഒരു മോളയുടെ അയക്കോലുണ്ട്. അപ്പോൾ ഞങ്ങൾ കുട്ടികളൊക്കെ കളിക്കണ സമയത്ത് എൻ്റെ ഏട്ടന്മാരുണ്ട്. അവർ ഒരു ദിവസം ഞങ്ങളോട് പറഞ്ഞു, അതെ കുട്ടികളെ, നിങ്ങൾക്ക് കുട്ടിച്ചാത്തനെ കൊണ്ട് കിണ്ണം കൊട്ടിക്കണം കേൾക്കണോ ചോദിച്ചു. പറഞ്ഞു വേണം. അങ്ങനെ ഒരു ദിലീപേട്ടൻ ഉണ്ടായിരുന്നു. ദിലീപേട്ടനും അതുപോലെ ഒരു ഉണ്ണിയേട്ടനും നാരായണേട്ടൻ ഇവരൊക്കെ കൂടിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ചില സാധന സാമഗ്രികളൊക്കെ വേണം. അത് കാരണം വലിയ ആൾക്കാരറിയാതെ മോഷ്ടിച്ചെടുത്തുകൊണ്ടിടണം. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു നീണ്ട തുണി, തിരി പണ്ടൊക്കെ തുണിയിൽ നിന്നാണ് തുണി മുറിച്ച് തിരി ഉണ്ടാക്കും. അതിനുള്ള തുണി വേണം. പിന്നെ വിളക്ക്, എണ്ണ, തീപ്പെട്ടി, ഒരു കിണ്ണം, പിന്നെ തുളസിപ്പൂവ്, തെച്ചിപ്പൂവ്, ചന്ദനം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ ഞാനും എൻ്റെ ഒരു ചെറിയച്ഛൻ്റെ മകളുണ്ട് ശൈലജ, ഞങ്ങൾ 2 പേരും കൂടി പതുക്കെ എടുത്തുകൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ എടുത്തുകൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ഇവരെന്ത് ചെയ്തു എന്നറിയോ? ഈ കുളപ്പരയുടെ ഉള്ളിൽ കയറി ഏട്ടന്മാർ 2 പേര്. എന്നിട്ട് ബാക്കിയുള്ളവരോടൊക്കെ പുറത്ത് നിൽക്കാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ പുറത്ത് ആകാംക്ഷയോടെ നിന്നു. അപ്പോൾ ഒരു കിണ്ണത്തിലാണ് തുളസിപ്പൂവും ഇതൊക്കെ കൊണ്ടു കൊടുക്കാൻ പറയാം. ആ കിണ്ണത്തുമ്പിലാണ് ആര് കുട്ടുക? കുട്ടിച്ചാത്തൻ കുട്ട്. അങ്ങനെ ഞങ്ങൾ പുറത്ത് കാത്ത് കിടന്നു. ഇവർ കുറച്ച് നേരം അകത്ത് എന്തൊക്കെയോ ചെയ്തു, വേഗം പുറത്തേക്ക് വന്ന് ഞങ്ങളിങ്ങനെ കാത്ത് നിൽക്കുമ്പോൾ കിണ്ണത്തുമ്മ ഇതാ കേൾക്കണു ഒരു കൊട്ട. നിം, രണ്ടാമതും നിം, മൂന്നാമതും നിം. അത് കേട്ടോടുകൂടി ഏട്ടന്മാർ പറഞ്ഞു, 3 തവണ കൊട്ടി, ഇനി കുട്ടിച്ചാത്തനെ പറഞ്ഞയക്കണം, ഇല്ലെങ്കിൽ അയാൾ ഭയങ്കരമായിട്ട് വികൃതി കേട്ടും എന്നൊക്കെ പറഞ്ഞു. വേഗം അവരകത്തേക്ക് കയറിപ്പി. അപ്പോൾ അത് കഴിഞ്ഞ് അവർ പുറത്തേക്ക് വന്നു. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ എൻ്റെ വേറൊരു വലിയച്ഛൻ്റെ മകനുണ്ട്, ഒരു സുധി. ഞങ്ങൾ ഒരേ പ്രായമാണ്, ഒരു 3-4 ദിവസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അവൻ പറഞ്ഞു, സുധാപ്പിളെ, എനിക്ക് പിടികിട്ടി കാര്യം, നമുക്കും കിണ്ണം കൊട്ടിക്കാം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. സുധാപ്പിള എൻ്റെ കൂടെ വന്നാൽ മതി. ശരി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 കൂടി എന്തായാലും പറയാം, ആ മുറിയുടെ ഉള്ളിൽ കയറി വാതിലടച്ചു, കുളപ്പരയുടെ ഉള്ളിൽ കയറിയിട്ട്. എന്നിട്ട് അപ്പോൾ ഇയാൾ എന്താ ചെയ്തതെന്നറിയോ? ഈ തിരുത്തുണി കൊണ്ടുപോയിട്ട് നല്ല നീളമുള്ളൊരു കഷ്ണം തുണി എടുത്തു. അയാളുടെ കയ്യിൽ 3 നീണ്ട കല്ലും കഷ്ണം ഉണ്ട്, ഇത്തിരി നീളമുള്ള കല്ലും കഷ്ണം. അയാൾ എന്ത് ചെയ്തു? ഈ 3 കല്ലും കഷ്ണവും ഓരോന്നായിട്ട് ഈ തുണിയുമേ കെട്ടി. ഈ തുണി നല്ലോണം എണ്ണയിൽ മുക്കിയിട്ടാണ് ഇത് കെട്ടിയത്. എന്നിട്ട് ഈ ഞാൻ പറഞ്ഞില്ലേ, മുളയുടെ ഒരു അയക്കോലുണ്ട് പറഞ്ഞില്ലേ, അയക്കോലെന്ന് പറഞ്ഞാൽ അറിയില്ലേ നിങ്ങൾക്ക്? തുണിയൊക്കെ തോരടുള്ള സാധനം. ഒരു കോലിങ്ങനെ 2 സൈഡിലും ചരട് കെട്ടി തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഈ തുണിയുടെ ചരട് കെട്ടി തൂക്കി, കല്ല് കെട്ടിയിട്ടുള്ള 3 കല്ല് കെട്ടിയിട്ടുള്ള ചരട് കെട്ടി തൂക്കി. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ? ഈ കിണ്ണം ഈ ചരടിൻ്റെ ചുവട്ടിൽ വെച്ചു. എന്നിട്ട് പതുക്കെ തീ കൊടുത്തു. അപ്പോൾ തീ കത്തി തുടങ്ങി എന്തുണ്ടാവും? എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നു. അപ്പോൾ എന്താ ഉണ്ടാവുക? ഈ തുണി, എണ്ണ മുക്കിയ തുണിയല്ലേ, അതിങ്ങനെ കത്തി മുകളിലെത്തിയ ആദ്യത്തെ കല്ല്, ഏറ്റവും താഴത്തുള്ള കല്ല്
കിണിന്ന് കല്ല് കിണത്തുമ്മ വീഴും. കുറച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ കല്ല്. അങ്ങനെ മൂന്നാമത്തെ കല്ല് വീണോടുകൂടി ഞാനും സുധിയും കൂടി വേഗം അകത്തേക്ക് കയറി വാതിലടച്ചു. പക്ഷെ എന്തു പറ്റിയെന്നറിയോ? ഈ തുണി കത്തിയിട്ട് നമ്മുടെ മോളുടെ അയക്കോലുമ്പിൽ തീ പിടിച്ചു. ഞങ്ങളാകെ പേടിച്ചു വേഗം വാതിൽ തുറന്ന് ഏട്ടന്മാരെ വിളിച്ചു. അവർ മൂടി വന്നു. എന്നിട്ട് അവിടെ കിടന്നിരുന്ന തേങ്ങയൊക്കെ എടുത്ത് എറിഞ്ഞ് അതുപോലെ കുളത്തുനിന്ന് കുറേ വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ച് തീ കെടുത്തി. എന്നാലും ആരോടൊന്നും മിണ്ടിയില്ല. ഞങ്ങൾ പോരണവരെ വലിയച്ഛനും വല്യമ്മയൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഏട്ടന്മാർക്ക് അടി കൊണ്ടുവന്ന് അറിയില്ല. അങ്ങനെ വെക്കേഷൻ കാലത്തെ ഒരു പഴയ അനുഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം വേറൊരു കഥ പറയാം കേട്ടോ. ഓക്കേ.